ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ക്രിസ്മസ് അല്ലല്ലോ. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സോക്കിങ്ങോ അതുപോലെ തന്നെ ഒന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇല്ലേ അതെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കറുത്ത മുന്തിരി, പിന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്ത് തന്നിട്ട് അതും കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു ഗരം മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജിഞ്ചറിൻ്റെ പൊടിയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സ്ക്വീസ് ചെയ്തെടുത്ത ഫ്രഷ് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു അരക്കപ്പോളുണ്ട് ഓറഞ്ച് ജ്യൂസ്. അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കരുത്, നമ്മൾ സ്ക്വീസ് ചെയ്തിട്ട് വേണം എടുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കയ്പ്പ് രസം ഫീൽ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് സ്ക്വീസ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ പറയുന്നത് ഓറഞ്ച് ജ്യൂസ്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വളരെ സിമ്പിളാണ്. സോക്കിങ്ങോ അതുപോലെ തന്നെ ഒന്നും ചെയ്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതവിടെ മാറ്റിയിട്ട് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, പിന്നെ അതുപോലെ തന്നെ പിഞ്ച് ഓഫ് സാൾട്ട്, പിന്നെ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് മാറ്റി വെക്കട്ടെ. എല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ എഗ്ഗും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ അതുപോലെ തന്നെ കുറച്ചൊന്ന് മെൽറ്റായിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അധികം ഐസോട് കൂടി അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തണുപ്പ് മാറിയിട്ട് ചെയ്യാൻ പറയുന്നത്. അതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബ്രൗൺ ഷുഗർ നിങ്ങൾക്കിപ്പോൾ പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് പൊടിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഓരോ മുട്ട ഓരോന്നോരോന്നാക്കിയിട്ട് ചേർത്തിട്ട് ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്നെല്ലാം പണിയൊക്കെ നമുക്ക് വേഗം തീർന്നോളും. അതുപോലെ തന്നെ മിക്സ് ചെയ്യാനും കുറച്ചൊന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വരികയും ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ 4 മുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്ക് തന്നെയല്ലേ ഇത്. ക്രിസ്മസിനൊക്കെ നമുക്ക് അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം ഞാനിവിടെ 4 മുട്ടയും ഇതുപോലെ ഓരോന്നാക്കിയിട്ട് ചേർത്തിട്ട് ഓരോന്നോരോന്ന് ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ 4 മുട്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ നല്ലോണം മെൽറ്റായി വരണം, ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ ഇത്രയും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ 4 മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം സോക്കിങ്ങോ അതുപോലെ തന്നെ ഷുഗർ കാരമലൈസോ ഒന്നുമില്ല കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നൊന്ന് ബട്ടർ ഇതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു സമയമേ ഉള്ളൂ കേട്ടോ. അപ്പം മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മൾ നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടൊക്കെ ചേർത്ത് ആ ഒരു മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അത് ഫുള്ളായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ കുറച്ച് മേലിടാൻ വേണ്ടിയിട്ട് ഒരു പിടിയോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആ ജ്യൂസോട് കൂടി തന്നെ എല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ജ്യൂസൊക്കെ മൊത്തത്തിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് മേലൊന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു വാനില എസൻസില്ല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഇതൊക്കെ നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന ഒരു രീതിക്ക് വേണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
എന്നിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 1 ഹവറാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അറിയാമല്ലോ നമ്മൾ ക്രിസ്മസ് കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സമയം എടുത്തിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉള്ളൊക്കെ വേഗം കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവൺ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓവൺ ഇല്ലെങ്കിൽ സാധാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഇതേ അവർ തന്നെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം ബേക്കിംഗ് ട്രേയിൽ ഞാൻ കേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബേക്ക് ചെയ്ത് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണേ. ആദ്യം 350ൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 180 ഡിഗ്രിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് 1 ഹവർ ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോഴേക്കിനും നമ്മൾ കേക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ സിമ്പിളല്ലേ. കാരമലൈസേഷനും ഒന്നുമില്ലല്ലോ. നമ്മൾ ആ ഓറഞ്ച് ജ്യൂസ് എടുക്കേണ്ട ഒരു ആവശ്യമല്ലേ വരുന്നുള്ളൂ. അതൊക്കെ നമ്മളെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട്സുമാണല്ലോ ഓറഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.